BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. CPM-വുമായി ഇറങ്ങി നിൽക്കുന്ന മുതിർന്ന നേതാവ് ജി സുധാകരനെ അനുനയിപ്പിക്കാൻ CPM നീക്കം തുടരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജി സുധാകരനെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്ന വാർത്തയാണിപ്പോൾ കേൾക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് ചിരിച്ചതെന്നും വ്യക്തിപരമായി ആക്ഷേപിച്ചില്ലെന്നും MV ഗോവിന്ദൻ ജി സുധാകരനെ ധരിപ്പിച്ചു. മെമ്പർഷിപ്പ് പുതുക്കണമെന്നും ജി സുധാകരനോട് MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടിരുന്നു. MV ഗോവിന്ദൻ അടക്കം തന്നെ പരിഹസിച്ചു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ സുധാകരൻ പറഞ്ഞിരുന്നത്. സുധാകരനെ പരിഗണിക്കുന്നില്ല എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിനിടയിൽ MV ഗോവിന്ദൻ പറഞ്ഞത്. എന്നാൽ സുധാകരനെ വിളിച്ച ഗോവിന്ദൻ ഇതിൽ വ്യക്തത വരുത്തുകയായിരുന്നു. വാർത്താ സമ്മേളനത്തിനിടെ താൻ ചിരിച്ചത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണെന്നും വ്യക്തിപരമായി ആക്ഷേപിച്ചില്ലെന്നും MV ഗോവിന്ദൻ ജി സുധാകരനെ ധരിപ്പിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ കാര്യങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുകയാണ് എന്നും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കണമെന്നും ഗോവിന്ദൻ സുധാകരനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പാർട്ടി നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കടുത്ത വിമർശനം ഉന്നയിച്ച ജി സുധാകരനെ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറും ഫോണിൽ വിളിച്ചിരുന്നു. അംഗത്വം ഫോറം പൂരിപ്പിച്ച് നൽകില്ലെന്നാണ് സുധാകരൻ നാസറിനോട് പറഞ്ഞത്. ഇന്നലെ രാവിലെയാണ് ഇനി പാർട്ടി അംഗത്വം പുതുക്കില്ലെന്ന് ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത്. 63 വർഷം നീണ്ട CPM അംഗത്വം ഉപേക്ഷിച്ച് സുധാകരൻ പാർട്ടി വിടുകയാണെന്ന സൂചനയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ സിറ്റിംഗ് MLA-മാരെ എല്ലാം ഉൾപ്പെടുത്തിയാണ് ആലപ്പുഴ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് സ്ഥാനാർത്ഥി സാധ്യത പട്ടിക നൽകിയത്. കായംകുളം, അരൂർ എന്നീ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒന്നിലേറെ സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ചിരിക്കുന്നത്. കായംകുളത്തെ പ്രതിഭയ്ക്ക് പുറമെ R നാസർ, KH ബാബുരാജൻ എന്നിവരെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അരൂരിലും R നാസറിനെ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ജി സുധാകരനെ ഒരിടത്തും പരിഗണിച്ചില്ല. അതേസമയം സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സുധാകരനെ ചുമതലകളിലേക്ക് പരിഗണിക്കാൻ പാർട്ടി ഒരുങ്ങുന്നുണ്ടോ എന്നും തെരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകിയേക്കുമെന്നുമാണ് വിവരം. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി R നാസർ സുധാകരനെ വിളിച്ചിരുന്നെങ്കിലും എടുത്തിരുന്നില്ല. സുധാകരന്റെ നീക്കങ്ങളിൽ ആശങ്കയില്ല എന്നാണ് CPM നിലപാട്. 63 വർഷത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള താൻ ഇനി അംഗത്വം പുതുക്കുന്നില്ലെന്നും പാർട്ടിയിൽ നിന്ന് നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞിടത്തു നിന്നാണ് ജി സുധാകരനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ തുടക്കം. പ്രാദേശിക നേതൃത്വം തന്നെ അവഗണിച്ചെന്നും സംസ്ഥാന സെക്രട്ടറി താൻ ഒരു പരിഗണനയും അർഹിക്കുന്നില്ലെന്ന തരത്തിൽ പറഞ്ഞുവെന്നും കളിയാക്കി ചിരിച്ചുവെന്നും സുധാകരൻ ആരോപിച്ചിരുന്നു. ജില്ലാ സെക്രട്ടറി R നാസറിനെതിരെ കടുത്ത വിമർശനമാണ് സുധാകരൻ ഉന്നയിച്ചത്. പിന്നാലെ സുധാകരന് ജില്ലാ സെക്രട്ടറി R നാസർ ഫോണിൽ വിളിച്ചെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ലെന്നും വാർത്തകളുണ്ടായിരുന്നു. ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു സുധാകരൻ. അതേസമയം പാർട്ടി അവഹേളിച്ചു എന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ള സഖാവല്ല ജി സുധാകരൻ എന്ന് മുതിർന്ന CPM നേതാവ് EP ജയരാജൻ പറഞ്ഞു. നല്ല പക്വതയും കുറെ അനുഭവങ്ങളുമുള്ള ആളാണ് ജി സുധാകരൻ. ആ നിലയിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമെന്ന് കരുതുന്നില്ല. അദ്ദേഹത്തെ പാർട്ടി എല്ലാ രീതിയിലും പരിഗണിച്ചിട്ടുണ്ടെന്നും മാധ്യമങ്ങളോട് EP ജയരാജൻ പറഞ്ഞു. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.